അപ്പോൾ ഇന്ത്യയുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പം എക്സാം ടഫ് ആവാനും ഈസി ആവാനും ഒക്കെ ഉള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും എല്ലാം കണ്ടേ പഠിക്കാവുള്ളൂ. അതായത് ഈസി ആവും എക്സാം എന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്താൽ പോലത്തേക്ക് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ അതായത് ജസ്റ്റ് വാല്യൂ മാത്രം വ്യത്യാസപ്പെടുത്തി നീറ്റിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എല്ലായിടത്തെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. നീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് പക്ക ഒബ്ജക്റ്റീവ് എക്സാം ആണ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിൽ നിന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഇപ്പോൾ ഒരു ഫോട്ടോസിന്തസിൻ്റെ ഒരു എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പഠിക്കണം. അതേസമയം ഒബ്ജക്റ്റീവ് ആകുമ്പോൾ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ ഓർമ്മ വരുമല്ലോ, അന്നേരം ഇത്രയും കൂടി ഈസി ആയിരിക്കും എന്ന് കുറച്ച് പേര് ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ലടാ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഇൻസ്റ്റഗ്രാം ഫുള്ള് ഇതേ കാര്യം ചോദിച്ചിട്ട് തന്നെയാണ് എനിക്ക് ഇപ്പം മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നീറ്റ് 2026 നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് റിപ്പീറ്റിന് പോകുന്നവരോടും റിപ്പീറ്റിന് പോകുന്നവരോടും സൂപ്പർ റിപ്പീറ്റിന് പോകുന്നവരോടും ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് കൊടുക്കാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എൻ്റെ പേര് ശില്പ, ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റാണ്. അപ്പോൾ നമുക്ക് ബേസിൽ നിന്ന് തന്നെ തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, നീറ്റിന് നമുക്ക് 3 സബ്ജക്റ്റാണുള്ളത്. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഇതിനകത്തിൽ ഫിസിക്സിനകത്തിൽ നമുക്ക് എത്ര മാർക്സ് ആണ്? 180 മാർക്സ് ആണ് നമുക്ക് ടോട്ടൽ വരുന്നത്. കെമിസ്ട്രി 180 മാർക്സ് ആണ്, ബയോളജി 360 മാർക്സ് ആണ്. അങ്ങനെ ടോട്ടൽ വരുന്നത് 720 ആണ് കേട്ടോ. അപ്പോൾ ഫിസിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം 11ലെയും 12ലെയും കൂടെ ചേർത്തിട്ടായിരിക്കും ഫിസിക്സിനകത്തുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കെമിസ്ട്രി അതുപോലെ തന്നെ 11ലെയും 12ലെയും ചേർത്തിട്ടായിരിക്കും. ബയോളജിക്കകത്തിൽ സുവോളജിന്നും ബോട്ടണിന്നും ഉള്ള സെപ്പറേഷനകത്തിൽ 11ലെയും 12ലെയും സുവോളജി, 11ലെയും 12ലെയും ബോട്ടണി, അങ്ങനെയായിരിക്കും. മൊത്തം 720. അപ്പോൾ കഴിഞ്ഞ കൊല്ലം വരെ ഏകദേശം കട്ട് ഓഫ് വന്നുകൊണ്ടിരുന്ന ഒരു 650 പ്ലസ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ ഒരു നിലവാരം വെച്ചിട്ട് അതായത് എക്സാം നല്ല ടഫായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 540 പ്ലസിനൊക്കെ MBBS കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നീറ്റ് റിസൾട്ട് വരാത്തതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു വേരിയേഷൻ കണ്ടോ? അപ്പോൾ ഇന്ത്യയുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പം എക്സാം ടഫ് ആവാനും ഈസി ആവാനും ഒക്കെ ഉള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും എല്ലാം കണ്ടേ പഠിക്കാവുള്ളൂ. അതായത് ഈസി ആവും എക്സാം എന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്താൽ പോരാ. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഈ 650 കിട്ടിയ ഒരു എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഫിസിക്സിനകത്തിൽ തന്നെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ ട്രിക്കി ആയിട്ടോ ഒന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൊച്ചുങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഇപ്പോൾ ഒരു 570 ഒക്കെ കിട്ടിയിട്ട് ബാക്കൗട്ട് ആയിട്ടുള്ള കൊച്ചുങ്ങളെ ചെയ്തത് ഈസി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. അതായത് ഇപ്രാവശ്യത്തെ എക്സാം അതായത് നീറ്റ് 2025 ഈസി ആയിരിക്കും എന്ന് വിചാരിച്ച് അവർ ഈസി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തപ്പോഴത്തേക്കും ഇതുവരെ കണ്ടിട്ടുള്ളതില്ല. അതായത് 10 കൊല്ലത്തിൽ ഏറ്റവും ടഫായിട്ടുള്ള എക്സാമാണ് വന്നത്. അപ്പോൾ കുറേ പേർക്ക് അതായത് 570 മേടിച്ചവർക്ക് 300 310 സ്കോർ കിട്ടുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി. അപ്പോൾ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നമ്മളൊരു മുന്നിൽ കണ്ട് പഠിക്കരുത്. അടുത്ത കൊല്ലം എക്സാം ഈസി ആണെന്നോ ടഫ് ആണെന്നോ ഒന്നും കണ്ട് പഠിക്കരുത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ ബ്രില്യൻറ്റിലോ സൈലത്തിലോ ഡോപ്പയിലോ ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാലും അവർ നിങ്ങൾക്കൊരു മെറ്റീരിയൽ തരും. ആ ഒരു മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അതിന് പുറമെ നിങ്ങൾ എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു സമയം കണ്ടെത്തണം. അവരുടെ സ്റ്റഡി മെറ്റീരിയൽ ഏകദേശം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും, എന്നാലും നമ്മൾ ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത് ഏതാ നല്ല മെറ്റീരിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ MTGയുടെ നീറ്റ് ചാമ്പ്യൻ പറയും കേട്ടോ. എനിക്കും ഇപ്പോൾ എൻ്റെ അനിയത്തിക്കാണെങ്കിലൊക്കെ ഇത്തിരി കൂടെ നല്ലതായിട്ട് തോന്നിയത്, അതായത് നല്ലതായിട്ട് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആടാം. ഇപ്പം നമുക്ക് കേരളത്തിലെ കീമിൻ്റെ എൻട്രൻസ് ഇല്ലേ, എഞ്ചിനീയറിംഗ് എൻട്രൻസ്, അതുപോലെ തന്നെ ആ ഒരു നീറ്റ് ചാമ്പ്യൻ ബുക്കിനകത്തിൽ അതാത് സ്റ്റേറ്റിൻ്റെ എൻട്രൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ കാണും കേട്ടോ. ചില സമയങ്ങളിൽ ഇപ്പോൾ ബീഹാറിലെയൊക്കെ എൻട്രൻസിൻ്റെ അതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നീറ്റിന് അതേപോലെ എടുത്ത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ബീഹാർ, ജാർഖണ്ഡ്, JNK ഇവിടത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ അതായത് ജസ്റ്റ് വാല്യൂ മാത്രം വ്യത്യാസപ്പെടുത്തി നീറ്റിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എല്ലായിടത്തെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം കേട്ടോ. നീറ്റ് ചാമ്പ്യൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ. അപ്പം നമ്മളിങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ളൊരു സമയം കണ്ടെത്തുക. പിന്നെ നിങ്ങൾ എപ്പോഴും ഒത്തിരി സ്ട്രെസ്ഡ് ഔട്ട് ആവരുത്. കാരണം നമ്മളുടെ 11th 12th എക്സാം എന്നൊക്കെ പറയുന്നത് പക്ക നമ്മൾ റിട്ടൺ അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമാണ്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമാണ്. പക്ഷേ നീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പക്ക ഒബ്ജക്റ്റീവ് എക്സാമാണ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിൽ നിന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഇപ്പോൾ ഒരു ഫോട്ടോസിന്തസിൻ്റെ ഒരു എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പഠിക്കണം. അതേസമയം ഒബ്ജക്റ്റീവ് ആകുമ്പോൾ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ ഓർമ്മ വരുമല്ലോ, അന്നേരം ഇത്രയും കൂടി ഈസി ആയിരിക്കും എന്ന് കുറച്ച് പേര് ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ലടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഭയങ്കര ട്രിക്കി ഓപ്ഷൻ ആയിരിക്കും. ഇപ്പോൾ വാല്യൂസ് ഒക്കെ ആണെങ്കിൽ തന്നെ 1.5 0.15
0.015 ഇങ്ങനെയൊക്കെ ആയിരിക്കും ഫിസിക്സിലെ വാല്യൂസ് തന്നെ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കൺവേർഷൻ, ഇപ്പോൾ സെൻറ്റിമീറ്റർ ടു മീറ്റർ ഒരു കൺവേർഷൻ തെറ്റിയാൽ തന്നെ നമ്മുടെ ആൻസർ കിട്ടത്തില്ല. പറയുന്നത് മനസ്സിലായി. പിന്നെ ബയോളജിയിലും അതുപോലെ തന്നെ ആയിരിക്കും, ഭയങ്കര നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ളതായിരിക്കും ബയോളജിയിലും ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഡിസ്ക്രിപ്റ്റീവിൽ നിന്ന് ഒബ്ജക്റ്റീവ് ആകുമ്പോൾ ഇത്തിരി കുറച്ച് പഠിച്ചാൽ മതി അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ഇത്തിരി ഡീപ്പായിട്ട് പഠിക്കേണ്ടി വരും. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എന്താണ് ഒരു 15 മാർക്കിൻ്റെ എസ്സേ ആണ് നിങ്ങൾക്ക് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഒരു 8 മാർക്ക് 10 മാർക്ക് കിട്ടും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ളൊരു മാർക്കും കൂടെ പോകും. മാർക്കിംഗ് സിസ്റ്റം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതായത് ഒരു ശരിയുള്ള ക്വസ്റ്റ്യന് 4 മാർക്കും തെറ്റായിട്ടുണ്ടെങ്കിൽ -1 നെഗറ്റീവ് മാർക്കുമാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. നമ്മളതായത് ഒരിക്കലും ഇതൊരു ഈസി ആയിട്ടുള്ളൊരു ഇതായിട്ട് അപ്രോച്ച് ചെയ്യരുത്. നിങ്ങൾക്കിപ്പോൾ 12th 98% മാർക്ക് ഉണ്ടെങ്കിലോ അത് ഇനിയിപ്പോൾ 100% മാർക്ക് ഉണ്ടെങ്കിലോ ഇതൊരു ഈസി ടാസ്ക് ആയിട്ട് നിങ്ങൾ വിചാരിക്കരുത്. അത്യാവശ്യം ടഫായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പിന്നെ ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ടോപ്പറോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ബ്രില്യൻറ്റിലോ സൈലത്തിലോ ഒക്കെ ചെല്ലുമ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു മൂക്കില രാജ്യത്ത് മുറുമുക്കൻ രാജാവായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ അവിടെ ചെല്ലുന്നത് ഫുൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് രാജാക്കന്മാരുമായിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു വ്യത്യാസം വരും. നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് വേണം. പക്ഷെ അതൊരിക്കലും ഒരു ഓവർ കോൺഫിഡൻസ് ആവരുത്. പിന്നെ ഇൻ കേസ് അഥവാ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാലും നമ്മൾ പതറിപ്പോരുത്. കാരണം ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവിൽ നിന്ന് ഒബ്ജക്റ്റീവിലേക്ക് മാറുന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ റിപ്പീറ്റ് ചെയ്തവരും സൂപ്പർ റിപ്പീറ്റ് ചെയ്തവരും ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാം. അവർക്ക് ചിലപ്പോൾ ഇത്തിരി കൂടെ മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊന്നും കണ്ടിട്ട് നമ്മൾ ടെൻഷൻ ആവാതിരിക്കുക. അത് ആ ഒരു സിസ്റ്റത്തിലുള്ളതാണ്. കാരണം ഇപ്പോൾ നീറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും ഒരാൾക്ക് എഴുതാൻ പറ്റുന്നൊരു എക്സാമാണ്. അപ്പം നല്ല പ്രാക്ടീസ് ഉള്ളവർക്ക് തുടക്കത്തിലൊക്കെ നല്ല സ്കോർ കിട്ടും. നമുക്കും അവരോടൊപ്പം എത്തിവരാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ കൂടുതൽ കൊച്ചുങ്ങൾക്കും പറ്റുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊന്ന് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് ഏകദേശം ടുവേർഡ്സ് നവംബർ ഡിസംബർ ഒക്കെ ആവും. പിന്നെ ഒരു വെപ്രാളമായിരിക്കും. പിന്നെ അങ്ങനെ പഠിക്കുക ഇങ്ങനെ പഠിക്കുക എവിടെന്നെങ്കിലുമൊക്കെ പഠിച്ച് ആ ഒരു വെപ്രാളം കയറ്റി നശിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു സാവധാനം പഠിക്കുക. സാവധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെന്ന് മൊത്തം പറയുന്ന തെറ്റിപ്പോകുന്നു ഗൈസ്. നമ്മൾ പെട്ടെന്ന് ചെന്ന് ഒരു ദിവസം ഒരു 12 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിച്ചങ്ങ് മനസ്സ് വെറുപ്പിക്കാതിരിക്കുക. നമ്മൾ ഒരു സാവധാനം ആ ഒരു ട്രാക്കിലേക്ക് വരിക. നന്നായിട്ട് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു റൂംമേറ്റ് അയാൾ 2 മണിക്കൂറേ പഠിക്കുന്നുള്ളൂ. പക്ഷേ അയാൾക്ക് എപ്പോഴും ഒരു 600+ മാർക്കുണ്ട്. അപ്പം ഞാൻ മോശക്കാരിയാണോ, അല്ലെങ്കിൽ അവൾക്ക് എന്താ അങ്ങനെ പറ്റുന്നത്, അങ്ങനെ ആ ഒരു പറ്റുന്നത് എന്താണെന്ന് നോക്കിക്കോ. അതായത് അവൾ എന്തെങ്കിലും ഒരു നല്ലൊരു ട്രിക്ക് വെച്ചിട്ടാണ് ആൾ മാർക്ക് സ്കോർ ചെയ്യുന്നതെന്ന് ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഇപ്പോൾ ഹാർഡ് വർക്കിന് പകരം സ്മാർട്ട് വർക്കൊക്കെ ചെയ്താണ് ആൾ മാർക്ക് സ്കോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രിക്ക് മാത്രം അഡോപ്റ്റ് ചെയ്യാൻ നോക്കുക. അല്ലാതെ അയാളെ കമ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ മൂഡ് കളയാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിപ്പോൾ ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ നമ്മൾ എഴുതുന്ന എക്സാം അല്ല. നമ്മൾ ഏകദേശം 1 വർഷം ഇതിന് വേണ്ടിയിട്ട് പഠിച്ച് എഴുതുന്നൊരു എക്സാമാണ്. അപ്പോൾ നമുക്ക് പല സാഹചര്യങ്ങളിൽ നമ്മളുടെ മാനസികാവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ എപ്പോഴും മനസ്സ് കൂളായിട്ട് നിർത്തുക. നമ്മളുടെ മനസ്സിൻ്റെ ഒരു പിടുത്തം നമ്മുടെ കയ്യിൽ തന്നെ വേണം. കാരണം കൂടുതൽ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കൊച്ചുങ്ങൾക്ക് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ഒരിക്കലും നമ്മളുടെ കഴിവിനെ വേറൊരാളുടെ കഴിവുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ സ്കോർ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ നോക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഒരു 400 മാർക്കാണ് കിട്ടിയെങ്കിൽ അടുത്ത പ്രാവശ്യം അതൊരു 450 ആവുന്നുണ്ടോ നോക്കുക. ഇൻ കേസ് ഇപ്പോൾ എക്സാം ടഫ് ആണെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ എക്സാമിന് 400 ആണെങ്കിൽ ഈ ഒരു എക്സാമിന് 350 ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ റാങ്ക് നോക്കുക, റാങ്ക് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി പോവുക. അത്യാവശ്യം സമാധാനപ്പെട്ട് പഠിക്കുക. പിന്നെ ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ആളുകൾ നമ്മളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി തന്നെ വിടാൻ നോക്കുക. നമ്മൾ പരമാവധി മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. അല്ലാതെ അവരെന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് നമ്മളുടെ ഉള്ള ഒരു ഇതും കൂടെ കളയാതിരിക്കുക. നമ്മളെപ്പോഴും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നവരുമായിട്ട് മാത്രം സംസാരിക്കാനൊക്കെ ശ്രമിക്കുക. നമ്മൾ പിന്നെ ഫോണും കാര്യങ്ങളൊക്കെ ഇത്തിരി യൂസേജ് ഒക്കെ കുറയ്ക്കുക. കാരണം നമ്മൾ കട്ടയ്ക്ക് ഇതെന്ന് പറഞ്ഞ് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇത് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. ഞാനങ്ങനെ പ്ലാൻ ചെയ്തെടുത്ത വീഡിയോ ഒന്നും അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പാർട്ട് 2 ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, ഇനി അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. നല്ല രീതിയിൽ ശ്രമിക്കുക. കിട്ടാവുന്നതേ ഉള്ളൂ. ഇത് അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല. ഞാൻ പറഞ്ഞ പോലെ റിപ്പീറ്റേഴ്സിനെയോ സൂപ്പർ റിപ്പീറ്റേഴ്സിനെയോ ഒക്കെ കണ്ടിട്ട് വെപ്രാളം കയറാതിരിക്കുക. കാരണം അവർക്ക് ഒരു കൊല്ലത്തെ പക്കാ പ്രാക്ടീസ് ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെയല്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണും. അപ്പോൾ അത്യാവശ്യം സമാധാനത്തോടെ പഠിച്ചാൽ മതി. നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് വന്നോളും. ഡിസ്ക്രിപ്റ്റീവിൽ നിന്ന് ഒബ്ജക്റ്റീവിലേക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ തുടക്കത്തിൽ തന്നെ ഒരു ഇക്വേഷൻ ബുക്ക് കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒരു ഇക്വേഷൻ ബുക്ക് കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അതിനകത്തിൽ ഓരോ ചാപ്റ്ററിൻ്റെ ഇക്വേഷൻ എഴുതി ഹൈലൈറ്റ് ചെയ്ത് പോവുക. അതാകുമ്പോൾ നമുക്കത് മാത്രം എടുത്ത് റെഫർ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.